Hi students, welcome back to MNC YouTube channel. നിങ്ങൾക്ക് എല്ലാവർക്കും MNC YouTube ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ലെക്ചറിന്റെ ബാക്കിയാണ്. This is my lecture number 2 and in this section we are dealing with lecture number 2 and we are dealing with types of matrices. Types of matrices. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ലെക്ചർ നമ്പർ 1 നമ്മൾ ഡീൽ ചെയ്തത് മെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഓർഡർ എന്താണ് ആൻഡ് ഹൗ ടു കൺസ്ട്രക്ട് എ മെട്രിക്സ്. ഇതൊക്കെയാണ് ലെക്ചർ നമ്പർ 1 എടുത്തത്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അത് കണ്ടിട്ടേ ഈ ക്ലാസ്സിൽ വരാവുള്ളൂ എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ ടൈപ്സ് ഓഫ് മെട്രിക്സിനകത്ത് നമ്മൾ കുറെ ടൈപ്പ് ഓഫ് മെട്രിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഓരോ മെട്രിക്സിനും അതിൻ്റെതായ പേരുകളുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് ടൈപ്പ് പഠിക്കുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. എന്താണ് ഫസ്റ്റ് ടൈപ്പ് മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. എന്താ സ്ക്വയർ മെട്രിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ വേയിൽ പറയാൻ പറ്റും, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഇതിനാണ് എന്ത് പറയുന്നത് സ്ക്വയർ മെട്രിക്സ്. എക്സാമ്പിൾ ടൈപ്പ് പറയുകയാണെങ്കിൽ 2x2, 3x3, 4x4 ഇങ്ങനെയുള്ള മെട്രിക്സിനെല്ലാം എന്ത് പറയാൻ പറ്റും സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. റോയും കോളും ഈക്വലാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഇതിനൊരു മെട്രിക്സിന്റെ ടൈപ്പ് എഴുതുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ റൈറ്റ് 2x2 മെട്രിക്സ് -3, 2, 4, 5 കണ്ടോ, ഇതൊരു 2x2 മെട്രിക്സ്. നിങ്ങൾ തന്നെ നോക്കുക, കണ്ടോ, ഇങ്ങോട്ട് 2, ഇങ്ങോട്ട് 2, ഇങ്ങോട്ട് 2, ഇങ്ങോട്ട് 2 കണ്ടോ, എല്ലാ സൈഡും ഈക്വൽ ആയ സാധനം എന്താ സ്ക്വയർ. ദിസ് ഇസ് സ്ക്വയർ മെട്രിക്സ്. അങ്ങനെ പേര് വന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഒരു 3x3 എടുത്താൽ പോലും നിങ്ങൾക്ക് മെട്രിക്സ് 3x3 ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1 - 3, 2, 1 - 3, 2, 2, 1 - 1, 4, 1, 0 എന്ന മെട്രിക്സ് എഴുതിയാൽ ഇതും 3, ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3 കാണാം. ലെങ്ത് വെച്ച് അളക്കുവാണെങ്കിൽ ദിസ് ഇസ് എ സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് സ്ക്വയർ മെട്രിക്സ്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു, ഈ നോട്ട് മാത്രം മതി നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട്. ഓക്കെ, number of rows is equal to number of columns for a square matrix. Going to second type is known as rectangular matrix. എന്ത് മെട്രിക്സ് ആണ്? rectangular matrix. എന്താന്ന് ചോദിച്ചാൽ number of rows is equal to number of rows ആണ് is equal to number of columns എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചത് എന്തായിരുന്നു? സ്ക്വയർ ആണെങ്കിൽ ഈക്വൽ അല്ലാത്തവന്മാർക്ക് പറയുന്ന പേരാണ് റെക്ടാങ്കുലർ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, റോയും കോളും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ 2x3 മെട്രിക്സ് അറിയാലോ. 2x3 മീനിങ് അറിയാലോ, 2 റോയും 3 കോളും. അതിന് മെട്രിക്സ് ഞാൻ എഴുതുവാണെങ്കിൽ A ഈക്വൽ ടു മെട്രിക്സ് 2 റോയും 3 കോളും അല്ലെ. അപ്പൊ 1 - 3, 2, 2, 1, 4 ഒരു മെട്രിക്സ്. ദിസ് ഇസ് എ 2x3 2 റോയും 3 കോളും റൈറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇങ്ങോട്ട് ജോയിൻ ചെയ്ത്, ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ ആലോചിച്ച് നോക്കാം, ഇവിടെ 3, ഇവിടെ 3 കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയ ഇതൊന്ന് ഓപ്പോസിറ്റ് ഈക്വൽ. അപ്പൊ ദിസ് ഈസ് ദ ഫോം ഓഫ് എ റെക്ടാംഗിൾ. ദാറ്റ് മീൻസ് ഈ മെട്രിക്സ് റോയും കോളും ഈക്വൽ ആയ എല്ലാ മെട്രിക്സും എന്ത് മെട്രിക്സ് ആയിരിക്കും? ഇറ്റ് വിൽ ബി എ റെക്ടാംഗിൾ മെട്രിക്സ്. റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ക്ലിയർ? ഇനി ഗോയിങ് ടു ദി തേർഡ് ടൈപ്പ്. ഗോയിങ് ടു തേർഡ് ടൈപ്പ് മെട്രിക്സ് ഈസ് നോൺ ആസ് റോ മെട്രിക്സ്. റോ മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്നു, സിമ്പിൾ പോയിന്റ് ഓൺലി 1 റോ. ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ട് ഭയങ്കര സിമ്പിൾ നോട്ടാണ്, അതൊരു ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഒന്നുമല്ല. റോ മെട്രിക്സ് മീൻസ് എന്താണ്? ഓൺലി 1 റോ. കോളം എത്ര വേണമെങ്കിലും, പക്ഷെ എന്തായിരിക്കണം? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ മാത്രമേ പാടുള്ളൂ. അതിനൊരു എക്സാമ്പിൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 1/2, 1/3, 1/4 ഇതിനെല്ലാം എന്ത് റോയേ ഉള്ളൂ? ഒരു റോയേ ഉള്ളൂ. പക്ഷെ കോളത്തിന് എണ്ണ എത്ര വേണേലും ആകാം. അപ്പൊ കോമൺ ആയിട്ട് റോ മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എത്രയാണ്? 1/n. ഓൺലി 1 റോ. ദ കോളം ക്യാൻ ബി പറയാൻ പറ്റും, കോളം എത്ര വേണേലും ആകാം. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറയാൻ നോക്കിയ എക്സാമ്പിൾ 1/2 റെപ്രസെന്റേറ്റീവ് ആയിട്ട് എഴുതുവാണെങ്കിൽ മെട്രിക്സ് എഴുതുവാണെങ്കിൽ 1 - 3, 6 കണ്ടോ. അപ്പോ വേറെ മെട്രിക്സ് എഴുതുവാണെങ്കിൽ 1 - 3, 2, 4 എഴുതിയാൽ എത്ര റോ ഉണ്ട്? ഒരു റോ പക്ഷെ എത്ര കോളം ഉണ്ട്? 4 കോളം. This is 1/2 matrix and this 1/4 matrix.
ഓക്കെ, ഐ എം ഗോയിങ് ടു ദി ഫോർത്ത് ടൈപ്പ്. റോ മെട്രിക്സ് കഴിഞ്ഞാൽ അടുത്ത മെട്രിക്സ് ഞാൻ എഴുതുവാണ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ്. റോ മെട്രിക്സ് മനസ്സിലായ ആൾക്കാർക്ക് കോളം മെട്രിക്സ് എന്നാണ് മനസ്സിലാക്കാൻ ഒരുപാട് കാണത്തില്ല. റോ മെട്രിക്സ് ഇറ്റ് ഈസ് സെറ്റ് ദാറ്റ് ഓൺലി വൺ റോ. ഇൻ കോളം മെട്രിക്സ് യു ക്യാൻ ടെൽ ദാറ്റ് only one column. Only one column. See, is it clear? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? You can write as എത്രയാ 2 by 1, 2 row 1 column, 3 by 1, 4 by 1. You can write that like you can write like that. Okay, മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ m by 1, m by 1, which means m എന്ന് ഉദ്ദേശിക്കുന്ന റോയിലാണ്, 1 ഉദ്ദേശിക്കുന്നത് കോളത്തിനാണ്. അപ്പം ഇവിടെ എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. അതാണ് ഇപ്പൊ ഇവിടുത്തെ കോളത്തിന് അത് 1 by എന്ന് പറയുന്ന കാര്യം റോ 1 ആയിരിക്കും, പക്ഷെ കോളം എത്ര വേണേലും ആകാം. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ഇതിന് 2 by 1 റെപ്രസെന്റേറ്റീവ് ആയിട്ട് എഴുതുവാണെങ്കിൽ 2 by 1 എന്ന് പറയുമ്പോൾ 1 minus 2, അതിന്റെ അടുത്തത് 1 minus 3 2 കണ്ടോ, 3 റോയും ഒറ്റ കോളം. 1 minus 3 2 4 കണ്ടോ, എന്താണ് 4 റോയും ഒറ്റ കോളം. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഫിഫ്ത് മെട്രിക്സ് പറയുന്നത് ഫിഫ്ത് മെട്രിക്സ് സ്റ്റഡി ഈസ് നോൺ ആസ് ഡയഗണൽ മെട്രിക്സ്. മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഇപ്പൊ എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് പോയിന്റ്, അത് ഉറപ്പായിട്ടും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതെന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണമെങ്കിൽ അതെന്തായിരിക്കും? ഷുഡ് ബി എ സ്ക്വയർ മെട്രിക്സ്. എന്നിട്ട് എന്താണ് സ്ക്വയറും ഡയഗണലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കറിയാം ഒരു മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മെട്രിക്സിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണ് എ ഈക്വൽ ടു മെട്രിക്സ് എത്രയാ? എ ഐ ജെ. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആകണമെങ്കിൽ ഇവര് പറയുന്ന നിബന്ധന ഇതാണ്: ഈ എ ഐ ജെയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 0 ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അതുപോലെ എ ഐ ജെ എന്ന് പറയുന്നവൻ ഇറ്റ് ക്യാൻ ബി എനി റിയൽ നമ്പർ. ഇറ്റ് ക്യാൻ ബി ആർ ഫോർ റിലേഷൻ അല്ല, ആർ ഫോർ റിയൽ നമ്പർ ഫോർ ഐ ഈക്വൽ ടു ജെ. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. നിങ്ങൾ ആലോചിച്ചേ, ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ യു റൈറ്റ് എ 2 by 2 മെട്രിക്സ്, എന്ത് മെട്രിക്സ് എടുക്കും? ഒരു 2 by 2 മെട്രിക്സ് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം അതെങ്ങനെ എഴുതുക? ജനറൽ ഫോം ആയിട്ട് എഴുതുമ്പോൾ A11 A12 A21 A22, റൈറ്റ്? ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു 2 by 2 മെട്രിക്സ്. അതിനകത്ത് പറയുന്ന ലോജിക് നോക്കിയിട്ട് എന്താ നോക്കട്ടെ? എ ഐ ജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. എവിടെ? ഐയും ജെയും ഈക്വൽ അല്ലാത്തടുത്ത് എന്ന് പറയുമ്പോൾ ഇതറിയാല്ലെങ്കിൽ A1 ഐയും ഇതറിയാലോ, നമ്മൾ പഠിച്ചാണ്. ദിസ് ഇസ് A11 മീൻസ് I1 J1 അല്ലേ. അപ്പൊ ഐയും ജെയും ഈക്വൽ ആകാത്ത ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. ആൻഡ് A11 A22 വിച്ച് മീൻസ് ഐയും ജെയും ഈക്വൽ ആയ രണ്ടെണ്ണം കണ്ടോ. ഈ എന്ത് നമ്പർ കാണും? ഇറ്റ് ക്യാൻ ബി എ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ മെട്രിക്സ് ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ A equal to matrix any real number. For example, I write 3 0 0 2. See, കണ്ടോ, ഇതാണ് ഡയഗണൽ മെട്രിക്സ്. അത് കണ്ടോ, എന്ത് മെട്രിക്സ് ആയാലും ഷുഡ് ബി എ സ്ക്വയർ മെട്രിക്സ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ A11 A22 എലമെന്റ്സിന് പറയുന്ന പേരാണ് ഡയഗണൽ എലമെന്റ്സ്. എന്ത് എലമെന്റ്സ്? ഡയഗണൽ എലമെന്റ്സ്. സി, ഇതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് വരുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, A11 A1 A22 are known as which elements? Diagonal elements. പിന്നെ ഒരു എൻട്രൻസിൽ വരുന്ന ഒരു ചോദ്യം കൂടി ഇതിലൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ട്രേസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രേസ് എന്ന് പറയുന്നത്. സി, ദിസ് ഇസ് ആൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയണേ, നോട്ട് ഇൻ ആൻ എക്സാമിനേഷൻ. ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഞാൻ പറയണേ. ഇതൊരു പുതിയൊരു എക്സ്ട്രാ പോയിന്റ് ആണ് നിങ്ങൾ കൂട്ടിക്കും. ഓക്കെ, എന്താ വാക്ക്? എന്താ? ട്രേസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ട്രേസ് TRA ഓഫ് A, ട്രേസ് ഓഫ് TRA C, ട്രേസ് ഓഫ് A എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ട്രേസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? A11 ഉം A22 എന്ന് പറഞ്ഞ ഈ രണ്ട് എലമെന്റ്സ്. A11 ആരാ? ഇറ്റ് ഈസ് 3. A22 എത്രയാണ്? ഇറ്റ് ഈസ് 2.
ഇതിനോട് ആഡ് ചെയ്താൽ മതി. ആൻസർ എത്രയാ? 3 + 2. The answer is 5. എക്സ്ട്രാ പോയിന്റ് ആണ് ട്രേസ് സെക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്ത് മെട്രിക്സ്? ദിസ് ഈസ് നോൺ ആസ് ഡയഗണൽ മെട്രിക്സ്. ഇത്ര കോൺസെപ്റ്റുകൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കിടക്കുന്ന ഡയഗണൽ എലിമെന്റ്സിന് മാത്രം വാല്യൂ ആണ്. അതെന്ത് വാല്യൂ വേണമെന്നാകാം. ഞാനത് ഇവിടെ എഴുതി R for real number. ബാക്കി റിമൈനിങ് കിടക്കുന്ന എലിമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? ഷുഡ് ബി 0. ഫോർ എക്സാമ്പിൾ ഗോയിങ് ടു എ 3/3 മെട്രിക്സ്. 3/3 മെട്രിക്സ് പറയുമ്പോൾ നോക്കിക്കേ, A equal to മെട്രിക്സ് -3 0 0 0 2 0 0 0 5. ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ കറക്റ്റ് അല്ലേ? ഇല്ലേ? കാര്യം ഒരു 3/3 ജനറൽ ഫോം എങ്ങനെയാ? A11 A12 A13 പിന്നെ A21 A22 A23 A31 A32 പിന്നെ എത്രയാ? A33. ഇതാണ് ജനറൽ ആയിട്ട് 3/3. അപ്പൊ ഐയും ജെയും ഈക്വൽ ആയവന്മാർ ഈ മൂന്നെണ്ണം A11 A22 A33 these are known as എന്ത് എലമെന്റ്സ് ആണ്? ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ്. അതിന് മാത്രം വാല്യൂ ഉണ്ട്. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ദിസ് ഈസ് നോൺ ആസ് എ diagonal matrix. Clear? Okay. Going to the sixth matrix is known as scalar matrix. എന്ത് മെട്രിക്സ് ആണ് അത്? അടുത്ത മെട്രിക്സിന്റെ പറഞ്ഞ പേര് ഇതുമാണ്. എന്ത് മെട്രിക്സ് ആണ്? സ്കേലാർ മെട്രിക്സ്. അപ്പൊ ഡയഗണൽ മെട്രിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഇതിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയാണ്, സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അപ്പൊ തന്നെ പല കാര്യങ്ങളും ക്ലിയർ ആയിട്ടാണ് സ്കേലാർ മെട്രിക്സിന്റെ പ്രത്യേകത. അതെന്ത് മെട്രിക്സ് തന്നെ ആയിരിക്കണം? ഷുഡ് ബി എ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട് സ്കേലർ ആകണമെങ്കിൽ. അതിനെവിടെ എഴുതാം? നോക്കിക്കേ, A equal to മെട്രിക്സ് Aij എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെന്റ് ചെയ്ത മെട്രിക്സിനകത്ത് എന്താ നമ്മൾ മനസ്സിലായത്? എന്തായിരുന്നു? Aij equal to 0 ആയിരുന്നു. എന്ത്? ഐയും ജെയും ഈക്വൽ അല്ലാത്ത വാല്യൂസ് ഉള്ളത്, ഐ ജെ ഈക്വൽ അല്ലാത്ത വാല്യൂ ഇറ്റ് വിൽ ബി 0 എന്ന് ഡയഗണൽ പഠിച്ചു. അതുപോലെ തന്നെ പറയുന്നത് Aij ന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഫോർ I ഈക്വൽ ടു j. ഫോർ ലാംഡ ഈസ് എ സ്കേലാർ. എന്ന് മനസ്സിലായോ എന്ന് ആലോചിച്ചേ. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ കിടക്കുന്ന ഐയും ജെയും ഈക്വൽ ആയ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? A11 A22 ഓർഡർ A33 അങ്ങനെ ഓർഡർ അനുസരിച്ച് വരും. അതിന്റെ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലാംഡ, എ കോൺസ്റ്റന്റ് വാല്യൂ, സ്കേലർ വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം. When you write a 2/2 matrix, A equal to എന്തായിരിക്കും? A11 A12 A21 A22. നിങ്ങൾക്കറിയാലോ ഏതായത് ഡയഗണൽ എലമെന്റ്സ് ആരാ? ഈ കിടക്കുന്നതാണ് ഡയഗണൽ എലമെന്റ്സ്. അതിന്റെ വാല്യൂ ഐയും ജെയും ഈക്വൽ ആയ ഡയഗണൽ എലമെന്റ്സ്. അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലാംഡ. ലാംഡ എന്ന് പറയുമ്പോൾ സി ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ലാംഡ 0 0 ലാംഡ. ഇതാണ് എന്ത് മെട്രിക്സ്? സ്കേലാർ മെട്രിക്സ്. ലാംഡ എന്ന് പറഞ്ഞത് കോമൺ ആയിട്ട് പറയാം. ലാംഡയ്ക്ക് നമുക്ക് 2 3 ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ എക്സാമ്പിൾ ഞാൻ എഴുതുവാണെങ്കിൽ എഴുതുവാണെങ്കിൽ നോക്കിക്കേ, എന്ത് എഴുതി? 3 0 0 3. എക്സാമ്പിൾ 3/3 പറയുമ്പോൾ എന്താ? -2 0 0 0 -2 0 0 0 -2. ഇത് ക്ലിയർ ഫോർ യു? എന്ത് മനസ്സിലായി? ഇത് ഡയഗണൽ മെട്രിക്സ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ നിങ്ങൾ പറയാം. സ്കേലാർ മെട്രിക്സ് ആണോ എന്ന് ചോദിച്ചാലും അതെ. ബിക്കോസ് എന്താണ്? ഈ കിടക്കുന്ന ഡയഗണൽ എലമെന്റ്സിന്റെ വാല്യൂ ചെയ്താൽ എന്താണ്? സെയിം ആണ്. Is it clear? But this matrix is known as which matrix? Scalar matrix. When you go into the seventh matrix, is a very important matrix, is known as identity matrix. And the matrix is identity matrix. Or you can write, or another name is there. It is also known as unit matrix. The matrix is unit matrix. ഇതിന് മാത്രം ഡിനോട്ട് ചെയ്യാൻ ഒരു പേരുണ്ട്. Denoted by capital I. വേറൊരു മെട്രിക്സിന്റെ പേര് ഞാൻ പഠിപ്പിച്ചില്ല. കാണാൻ ഉണ്ടോ? ഇല്ല. ഈ മെട്രിക്സിൽ മാത്രം എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അത് എന്ത് ഡിനോട്ട് ചെയ്യണം? ക്യാപിറ്റൽ I കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഐയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്, അടുത്ത പോയിന്റ് പറയാണ്, ഇത് ഉറപ്പായിട്ടും ഒരു സ്കേലാർ മെട്രിക്സ് ആയിരിക്കും. ഉറപ്പായിട്ട് എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ സ്കേലാർ മെട്രിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കിടക്കും. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതുവാണേ, I is equal to matrix Aij എന്ന് എഴുതിയാൽ ഇതിനകത്ത് പറയുന്ന നിബന്ധന ഇതാണ്. Aij equal to എന്താണ്? 0. ഏത്? ഐയും ജെയും ഈക്വൽ അല്ലാത്ത നിബന്ധന അതാണ്. ഐയും ജെയും ഈക്വൽ അല്ലാത്ത വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും.
ഐന്റെയും ഈക്വൽ ആയമാർ വാല്യൂ 1 ആയിരിക്കണം എന്നുള്ളതാണ് എന്തിന്റെ നിബന്ധന? ഐഡന്റിറ്റി മെട്രിക്സിന്റെ നിബന്ധന. ദാറ്റ്സ് ദ റൂൾ ഫോർ ഐഡന്റിറ്റി മെട്രിക്സ്. See the difference. Scalar നിബന്ധന എന്തേ ഉള്ളൂ? It is equal to lambda. It can be any number. Okay. But for an identity matrix, it should be 1. For that, you can write, see, I is equal to എന്തായിരിക്കും? 1 0 0 1. 3/3 പറയുവാണെങ്കിൽ എങ്ങനെയിരിക്കും? 1 0 0 0 1 0 0 0 1. This is another matrix. See. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് എഴുതിയിരിക്കുന്ന ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്, ഒരു സ്കേലാർ മെട്രിക്സ് ആണ്, ആൻഡ് ഇസ് ഓൾസോ എന്ത് പറയാം? ഐഡന്റിറ്റി മെട്രിക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. ഇതിനെ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി, ദിസ് ഇസ് ഐ, ദിസ് ഇസ് ഓൾസോ ഐ. ഈ കിടക്കുന്ന ഐയെ വേണമെങ്കിൽ I2 എന്നും ഈ കിടക്കുന്ന ഐയെ I3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത് 2/2 ഓർഡർ ഉള്ള ഐ ആണെന്നും ഇത് എത്രയാണ്? 3/3 ഓർഡർ ഉള്ള ഐ ആണെന്നും മനസ്സിലാക്കണം. ബിക്കോസ് ഇപ്പൊ ഞാൻ എഴുതുവാണ് എന്ത് പറയാ? എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ ശരിയാണോ? വാട്ട് ഇറ്റ് മീൻസ് മനസ്സിലാക്കി? എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ പറയുമ്പോൾ 2/2 എന്നല്ല പറയാം, 3/3 1 2/3 ഇങ്ങനെ പറയാം അല്ലെ? പക്ഷെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ you should understand that it is a 2/2 matrix. It is a 2/2. അത് മനസ്സിലായി? ഓർഡർ റോയും കോളം ഈക്വൽ ആയിരിക്കും for a square matrix. ഇനി one more type is there. Just to write it down, okay? One more type is there. And the last one, 8th one, is known as zero matrix or null matrix. Zero matrix or null matrix. ഇത് denoted by the letter O, 0 O. O. ഇതിന്റെ പേര് O എന്നായിരിക്കും. 0, ക്യാപിറ്റൽ 0 അല്ലെങ്കിൽ O എന്ന് പറയാം. ക്യാപിറ്റൽ ലെറ്റർ O എന്ന്. ഇത് I എന്ന് ഡിനോട്ട് ചെയ്യും, ഇത് എന്തിനാണ് O കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇതിന് മീനിങ് ഇത്രേ ഉള്ളൂ. All elements of a zero matrix is equal to, എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിക്കേ, എഴുതുവാണെങ്കിൽ 0 is equal to നോക്ക് 0 0 0 0 കണ്ടു. അത് എന്ത് ഓർഡർ വേണമെങ്കിലും ആകാം. അതായത് ഇതുപോലെ 2/2 3/3 ആവാൻ നിർബന്ധമില്ല. എന്താണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇതാകാം. ഇതിനൊക്കെ ഓർഡർ ഉണ്ട്. ഇതിന്റെ ഓർഡർ എത്രയാണ്? ദിസ് ഓർഡർ ഈസ് 2/2. ഇതിന്റെ ഓർഡർ എത്രയായിട്ട് 2/1. 0 is equal to എന്ത് കിട്ടി? 0 0 0 0 0 0. This is also a which matrix? Zero matrix. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഓർഡർ ഈസ് 2/3. അത്രേ ഉള്ളൂ. അപ്പൊ നിബന്ധന ഇത്ര മാത്രമേ ഉള്ളൂ. ഡിനോട്ട് ചെയ്യുന്ന O കൊണ്ടായിരിക്കും. 0 എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാകും. O കൊണ്ടായിരിക്കും. അതിനകത്ത് കിടക്കുന്ന എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 null അതായിരിക്കും മനസ്സിലാകും. These are the types of matrices. Okay? Square matrix, rectangular, row matrix, column matrix, പിന്നെന്താ? Diagonal matrix. അത് diagonal, scalar, identity. The last one is zero matrix. ഇനിയും ടൈപ്പ് ഓഫ് മെട്രിക്സ് ഉണ്ട്. upper triangular matrix, lower triangular matrix എന്നൊക്കെ പറയും. But it's not on the which point of view, board exam point of view അതൊന്നും അടിക്കുന്നില്ല. But on the entrance point of view ഇതൊക്കെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. Okay, going to the next section. ഇപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് മെട്രിക്സ് പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് നിലവിൽ നമ്മൾ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു, ടൈപ്പ് പഠിച്ചാൽ in going to the next section is known as equality of a matrix. അടുത്ത സെക്ഷൻ പഠിക്കും equality of a matrix. അതായത് രണ്ട് മീനിങ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത് അതാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുമ്പോ നോക്കിക്കേ. സി if A equal to, I write a matrix like A, B, C, D. Okay, and I take another matrix 1 2 3 4. Okay, I have taken two matrices A and B. You can see that the order of A is 2/2, and also you can see that the order of B also 2/2. ഇത് മനസ്സിലാക്കേണ്ടത് if A matrix is equal to B matrix, A matrix and B matrix equal ആകണമെങ്കിൽ there are two conditions.
ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായിരിക്കണം? രണ്ട് ഒരേപോലെ ഇരിക്കണമെങ്കിൽ ബേസിക്കലി മെട്രിക്സിനകത്ത് എന്തായിരിക്കണം? ദ ഓർഡർ ഷുഡ് ബി സെയിം. അപ്പം ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ് മനസ്സിലാക്കുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഷുഡ് ബി ഓൾസോ സെയിം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഷുഡ് ബി സെയിം, വിച്ച് മീൻസ് കറസ്പോണ്ടിങ് എലമെന്റോട് ഞാൻ മീൻ ചെയ്യുന്നത്, ഇപ്പം A equal to B എന്ന് എഴുതിയ വാട്ട് ഇസ് A matrix? I know it is A B C D is equal to I write 1 2 3 4, right? ഞാൻ A B C D A B യോട് ഈക്വൽ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുക, കണ്ടിട്ടുണ്ട് ഈക്വൽ ആണ്. അപ്പം ഓർഡർ സെയിം ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഈ പോയിന്റ് ആണ്. എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ് മീൻസ് പൊസിഷൻ. അതായത് ഈ പൊസിഷൻ എന്ന് പറഞ്ഞ പേരെന്താ? A11. അതിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ആരാ? 1 അല്ലേ? അപ്പൊ എനിക്ക് പറയാൻ പറ്റും എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 1 ആണെന്നും ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ആണെന്നും സിയുടെ വാല്യൂ 3 ആണെന്നും ഡിയുടെ വാല്യൂ 4 ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ്. കറസ്പോണ്ടിങ് എലമെന്റ്സും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദിസ് ഇസ് നോൺ ആസ് ഇക്വാലിറ്റി ഓഫ് എ മെട്രിക്സ്. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചില്ല. സി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x, y and z. It's not n, this is x, okay? X, y and z. First question A, 3x y minus 5 is equal to z 2 5 minus 5. ഞാൻ രണ്ട് മെട്രിക്സ് എഴുതി. This question is given. ഈ മെട്രിക്സ് ഇതിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലായി കാണും. ഇത് പറഞ്ഞ ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു പാടുമില്ലായിരുന്നു. ഇതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ദിസ് 2 ആണ്. ഇങ്ങനെ 2. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന എത്രയാ? അപ്പൊ എക്സിന്റെ വാല്യൂ എനിക്ക് പറയാൻ പറ്റും 2 ആണെന്നും വൈയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന എത്രയാ? അപ്പൊ വൈയുടെ വാല്യൂ എത്രയാ? 5 ആണെന്നും ഇസഡ് കിടക്കൊണ്ട് ഇസഡിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന വാല്യൂ എത്രയാ? 3 ആണെന്നും പറയാൻ പറ്റും. ഇവിടെ -5 ആണ്, ഇവിടെ -5 തന്നെ ആയിരിക്കണം. അപ്പോ ദിസ് ഇസ് നോൺ ആസ് ഇക്വാലിറ്റി. ക്ലിയർ? വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി, x y z is equal to as given -1 3 2. ഇത് ഇതിനോട് ഈക്വൽ ആണ്. this is equal to this. ഓക്കേ, അപ്പോൾ രണ്ടിനെ നോക്കി, രണ്ടിനെ എന്ത് സെയിം ആ? ഓർഡർ സെയിം ആണല്ലോ. ഇതിന്റെ ഓർഡർ എത്രയാ? 3/1. ഓക്കേ, ഇതിന്റെ ഓർഡർ 3/1, നോ ചേഞ്ച്. അപ്പോൾ എന്താ? ഓർഡർ സെയിം ആണെങ്കിൽ പിന്നെ എന്തുകൂടി ഈക്വൽ ആണെന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൂടി സെയിം ആയിരിക്കും? the elements will be also same. that means x ന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന 1. അപ്പോൾ x is equal to എന്താണെന്ന് പറയാൻ പറ്റും? -1, y equal to 3 and z is equal to എത്രയാണെന്ന് പറയാൻ പറ്റും? 2. this is known as equality. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് equality. is it clear? okay, write it down. ഇനി equality പഠിച്ച അടുത്ത സെക്ഷൻ ഞാൻ പഠിപ്പിക്കുന്നതാണ് going to the operations of matrices. operation of matrices. going to the operations. ഓപ്പറേഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ പണ്ട് LKG 1 2 3 നമ്പേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും. സെയിം വേ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായി. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഓപ്പറേഷൻസ് ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സ് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ഓപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ നമ്പർ 1, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സി, ഞാൻ തരുന്ന ഒരു നോട്ട്, ഐ തിങ്ക് ഇറ്റ് ഇസ് എ വെരി സിംപിളസ്റ്റ് നോട്ട്. വരാൻ തരാൻ ചാൻസ് ഇല്ല. സിമ്പിൾ ആയിട്ട് നോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓരോന്നോരോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുമില്ല. നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ മതി. ഓക്കെ, ഐ എം ഗ്യാരണ്ടീഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? ഓപ്പറേഷൻ ഓഫ് മെട്രിക്സിനകത്ത് ആദ്യത്തെ രണ്ട് ഓപ്പറേഷൻ ഒരുമിച്ച് എടുക്കുകയാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇത് രണ്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അഡീഷൻ സബ്ട്രാക്ഷൻ അത് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാണ്, ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഓഫ് ദി സെയിം ഓർഡർ. ഓക്കെ, ഉദാഹരണം പറയാണ്, നോക്കിയേ. A ഈക്വൽ ടു മെട്രിക്സ്, ഞാൻ ജനറൽ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ABCD എന്ന മെട്രിക്സ് എടുത്തു. B ഈക്വൽ ടു മെട്രിക്സ്, I take PQRS. The two matrices. Okay, is the size same? Size means is the order same for both A and B? Yes, it's also 2 by 2. This is also 2 by 2. Order same ആണ്.
Now how to find what are the operations? Addition and subtraction. Which means I am adding the two matrix A plus B. Adding the two matrix A matrix and B matrix. Okay. I am adding A, B, C, D plus what is B, P, Q, R. This is also 2 by 2. This is also 2 by 2. How to add the two matrices? Very simple. You add the corresponding elements, which means in this position A11 it is A. Same way in this matrix A11 is P. That means you add which one? Position A plus P. That means the first element will be A plus P. Same position we add B and this is Q. B plus Q. Other element C plus R. See? And next element is D plus S. Simple concept. And when you go for subtraction, A minus B in the it is also same way. A, B, C, D minus P, Q, R. മനസ്സിലാക്കാണോ ആഡ് ചെയ്ത് എങ്ങനെ ചെയ്തോ അതേപോലെ സബ്ട്രാക്ട് ചെയ്യാം ഇവിടെ നിങ്ങോട്ട് സെയിം പൊസിഷൻ A minus P the first element, next element B minus here it is Q, here it is C, ഇവിടെ R അല്ലേ അപ്പോൾ എത്രയാ C minus R, അടുത്ത എത്രയാ D minus S. ഓക്കേ മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു മാട്രിക്സ് ആണ്, ഇതൊരു മാട്രിക്സ് ആണ്, കിട്ടുന്നവനും എന്ത് തന്നെയായിരിക്കണം? മാട്രിക്സ് തന്നെ ആയിരിക്കണം. ആണല്ലോ? ആ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു പേര് പറയും, ഓർമ്മയുണ്ടോ? ക്ലോഷ്യർ പ്രോപ്പർട്ടി. ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നും എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറേ ഇല്ല, ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു മെട്രിക്സ്, ദിസ് ഇസ് 2 by 2, ദിസ് ഇസ് 2 by 2, യു ആർ ഗെറ്റിംഗ് അനദർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 by 2. മനസ്സിലാക്കുക, അത് പ്രോപ്പർട്ടിക്ക് ഒരു പേര് പറയും, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്ത് പ്രോപ്പർട്ടിയാണ്? ക്ലോഷ്യർ പ്രോപ്പർട്ടി. ദിസ് ഇസ് നോട്ട് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഒരു ജനറൽ വേ ഞാൻ കാണിച്ചു തന്നു, ഞാൻ എക്സാമ്പിൾ കാണാം. ഓക്കെ, സി A equal to matrix 1 minus 3 2 2 1 minus 5. Another matrix B is equal to matrix minus 5 2 1 2 0 minus 3. See, there are two matrices. Okay, the question is find A plus B. Another question is A minus B. First question is A plus B. Second question എന്താ കുട്ടികളെ? A minus B. നിങ്ങളത് ആലോചിക്കുക, ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? Is it possible to add A and B? ചെയ്യാൻ പറ്റുമോ? പറ്റൂലോ. കാര്യം എന്താ? A plus B എന്ന് പറയുമ്പോൾ A plus B എന്ന് പറയുമ്പോൾ what is A? A എന്ന് എഴുതിക്കുക, what is A? 1 minus 3 2, it is 2 1 minus 5. Okay, plus B എന്ന് പറയുന്നത് 5 which is minus 5 2 1 2 0 minus 3. Okay, ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റൂലോ, because the order of this matrix is എത്രയാണ്? It is 2 by 3, right? And this matrix also 2 by 3. Okay, the point here. സിമ്പിൾ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഈ രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാതെ ഒരുമിച്ച് എടുത്തരുന്നു മാത്രമേ ഉള്ളൂ. ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സെയിം ആയിരിക്കണം? ഓർഡർ ഷുഡ് ബി സെയിം. അപ്പൊ രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. ഇനി ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നല്ലോ കുട്ടികളെ, അല്ലെ? എങ്ങനെ പറഞ്ഞേ? എങ്ങനെ ആഡ് ചെയ്യുന്നത്? സെയിം. ദാറ്റ് മീൻസ് ഇവിടെ കിടക്കുന്ന എത്രയാ? 1, ഇവിടെ കിടക്കുന്ന എത്രയാ? -5. അപ്പൊ എത്രയാ? 1 plus -5. ഇങ്ങനെ എഴുതണോ? ആവശ്യമേ ഇല്ല. ഇത് അൺനെസസറി ഫോർ പ്ലസ് 2 ലെവലിൽ നിങ്ങൾ എത്തിയ ഒരാളാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് എങ്ങനെയാ കാണിച്ചു തന്നു. സി 1 minus 5. What is that? 1 minus 5? It is equal to, when you add, you get -4. അടുത്തത് -3 plus 2. The answer is -1. 2 plus 1. The answer is 3. ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് 2 plus 2. The answer is 4. 1 plus 0 1. Another thing is -5 minus 3. When you add, the answer is -8. ഇതൊക്കെ അറിയാലല്ലേ? -5 plus minus is equal to -8. It is A plus B. Same way you have to go for A minus B. So A minus B ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? Just you write it down. Okay,
എഴുതിയെടുത്തു. A minus B എന്ന് പറയുമ്പോൾ when you go for A minus B, what is A? The same way, what is A minus B? 1 minus 3, 2, 2, 1 minus 5 plus, what's B? Minus 5, 2, 1, 2, 0 minus 3. How to add? Sorry, it's not add addition, this is subtraction. A minus B. എങ്ങനെയാണോ പ്ലസ് ചെയ്തത് അതുപോലെ മൈനസ് ചെയ്തു. എങ്ങനെ മൈനസ് ചെയ്യാം? സെയിം വേ. എന്തോരും പറഞ്ഞു അറിയാമല്ലേ? 1 മൈനസ് മൈനസ് 5. ഇതൊക്കെ അറിയാൻ വേണമെങ്കിൽ റൈറ്റ് ഇറ്റ് ഓൺ ദി വർക്കിംഗ് കോളം. 1 മൈനസ് മൈനസ് ബിക്കംസ് പ്ലസ്. ആൻസർ ഇസ് 6. ഓക്കെ, അടുത്തത് മൈനസ് 3 മൈനസ് what number? 2. What is that? Minus 5. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് 2 minus 1. What is 2 minus 1 is 1. Again 2 minus 2 പറഞ്ഞ ആവശ്യമില്ലല്ലോ. അത് ഡയറക്റ്റ് ചെയ്യാം. 2 minus 2 എത്രയാ? 0. അടുത്തത് 1 minus 0 പറയേണ്ട ആവശ്യമില്ല. അതും എല്ലാവർക്കും അറിയാം 1. And next number minus 5 in between minus, here it is minus 3. Both minus becomes എന്താണ് വരും? Plus. Minus 5 plus 3, the answer is minus 2. This is A minus B. Okay, but this is addition and this is subtraction. Okay, write it down.